നമസ്കാരം. വിക്ടേഴ്സിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിയർ ഇസ് ദ മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് സ്വാഗതം. ഓരോ ജോലിയും വളരെ മികവുറ്റ രീതിയിൽ ചെയ്യണമെങ്കിൽ ചില ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപാധികൾ കൂടിയേ തീരൂ. ഉദാഹരണത്തിന്, ഒരു ഫോട്ടോഗ്രാഫർക്ക് ക്യാമറയും ലെൻസുകളും എന്ന പോലെ, ഒരു ആർട്ടിസ്റ്റിന് ബ്രഷും പെയിന്റും ക്യാൻവാസും എന്ന പോലെ പബ്ലിക് റിലേഷന്റെ പ്രയോക്താക്കളും ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചു വരുന്നു. അവയെ നമുക്ക് പബ്ലിക് റിലേഷൻ ടൂൾസ് എന്ന് പറയാം. പബ്ലിക് റിലേഷൻ ടൂൾസുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ആൾക്കാർ പറയുന്നത് പ്രസ് റിലീസാണ്. പ്രസ് റിലീസിന്റെ മറ്റൊരു പേരാണല്ലോ ന്യൂസ് റിലീസ്. എന്താണ് പ്രസ് റിലീസ്? പ്രസ് റിലീസ് എന്ന വാക്കിൽ നിന്ന് തന്നെ അത് പ്രസ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മീഡിയ എന്നുള്ള വാക്ക് പുതിയതായതുകൊണ്ട് അച്ചടി മാധ്യമം എന്നുള്ള നിലയിലല്ല, എല്ലാ മാധ്യമങ്ങൾക്കും വേണ്ടി ഒരു സ്ഥാപനം ഇറക്കുന്ന കുറിപ്പ് എന്നാണ് പത്രക്കുറിപ്പ്. പത്രത്തിന് വേണ്ടിയുള്ളതാണ്. എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, അത് നേരിട്ട് ജനങ്ങളിലേക്ക് പോകുന്നതല്ല, നേരിട്ട് പത്രത്തിലേക്കാണ് പോവുക. പത്രത്തിലൂടെ അത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തും. അപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്താനാണെങ്കിൽ പോലും ഒരുപക്ഷെ 10 20 പത്രക്കാരുടെ കയ്യിലാണ് ഇത് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ലിമിറ്റേഷൻ. അതിൻ്റെ നന്മയും അത് തന്നെയാണ്. ഒരു ചെറിയ ജോലി കൊണ്ട് ഒരു വലിയ കാര്യം നമുക്ക് നേടാനുള്ള തുടക്കമായി. ഒരു സ്ഥാപനം പ്രസ് റിലീസ് ഇറക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അത് തികച്ചും ഔദ്യോഗികമാണ്, തികച്ചും ആധികാരികവുമാണ്. അപ്പോൾ ഔദ്യോഗികമായും ആധികാരികവുമായും ഒരു പ്രസ് റിലീസ് ഇറക്കാൻ അധികാരമുള്ളവൻ മാത്രമേ പ്രസ് റിലീസ് ഇറക്കാവൂ എന്ന് ഗവൺമെൻറ് ഉത്തരവ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പ്രസ് റിലീസ് ഇറക്കാവൂ എന്ന് നിഷ്കർഷിക്കുന്ന പോലുമുണ്ട്. ഒരു ഡിസ്ട്രിക്ട് കളക്ടർക്കോ ചീഫ് സെക്രട്ടറിക്കോ അത് ചെയ്യാൻ അധികാരമുണ്ടെന്ന് നിയമത്തിൽ പറയുന്നില്ല. ഈ പത്രക്കുറിപ്പിന് അതിൻ്റേതായ ചില പ്രത്യേകതകളുമുണ്ട്. ഒരുപക്ഷെ ഒരു ന്യൂസ് എഴുതുന്നത് പോലെ തന്നെയാണ് പത്രക്കുറിപ്പ് എഴുതുന്നത്. ന്യൂസ് എഴുതുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇൻവെർട്ടഡ് പിരമിഡ് എന്നൊക്കെ, പിരമിഡ് തിരിച്ചു വെച്ച രീതിയിൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തലവാചകം കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡായിട്ടൊരു വാചകം കാണും, പിന്നെ അതിൻ്റെ ആ വാർത്താ ഗാത്രം കാണും, പിന്നെ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളും. ആവശ്യമാണെങ്കിൽ കട്ട് ചെയ്ത് കളയാനുള്ള ഒരു സൗകര്യത്തിനാണ് ഈ ഇൻവെർട്ടഡ് പിരമിഡ് എന്നൊക്കെ നമ്മൾ ന്യൂസിൽ പറയുക. ആ നിലയിൽ തന്നെ പത്രങ്ങൾക്ക് നൽകുവാനുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഔദ്യോഗികമായ ആധികാരികമായ കുറിപ്പിനെയാണ്, വാർത്താക്കുറിപ്പിനെ തന്നെയാണ് പത്രക്കുറിപ്പ് അഥവാ പ്രസ് റിലീസ് എന്ന്. ശരിക്കും ഇതിന്റെ ഇടയിൽ സാറ് പറഞ്ഞു ഇത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ് എഴുതുന്നതെന്ന്. ശരിക്കും ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ എഴുതുന്നതിനോടൊപ്പം തന്നെ ഒരു പുറത്തിൽ കവിയരുത് എന്ന് പറയാറുണ്ട്. അത് ശരിയാണോ? ഒരു പുറത്തിൽ അത് പത്രക്കാരെ ഉദ്ദേശിച്ചാണ്. കാരണം പത്രത്തിനകത്ത് വന്നു കയറുന്ന വാർത്തകളുടെ എണ്ണം നോക്കിയാൽ ആയിരക്കണക്കിന് വാർത്തകൾ വരുമ്പോൾ പേജ് കണക്കിനുള്ള ലേഖനങ്ങളെ പോലെ ഒരു വാർത്തയിൽ നിന്ന് അകത്തുള്ള വാർത്ത കണ്ടെത്താൻ ശ്രമിക്കാനൊന്നും സമയമില്ല. ആ ഗേറ്റ് കീപ്പർ എന്നൊക്കെ പറയുന്ന കണ്ണ് പ്രധാനപ്പെട്ട വാർത്തയിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു മുഖ്യ പത്രപ്രവർത്തകൻ്റെ കയ്യിൽ ഏറ്റവും സംക്ഷിപ്തമായിട്ട്, അതുകൊണ്ട് തന്നെയാണ് ഒരു പേജ് എന്ന് പറയുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ഒരു പേജിൽ നിൽക്കുമെന്ന അർത്ഥത്തിലല്ല, പക്ഷേ കഴിയുന്നത്ര അത് സംക്ഷിപ്തമാണെങ്കിൽ അത് പത്രക്കാർക്കും നല്ലത്, അതിൻ്റെ കവറേജിനും അത് സഹായകരമാണ്. ഈ പ്രസ് റിലീസെല്ലാം ഇറക്കുമ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങളും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം? പ്രസ് റിലീസിനെ ആശ്രയിച്ച്, പ്രസ് റിലീസ് എപ്പോഴാണ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ, എല്ലാ സമയങ്ങളിലും പ്രസ് റിലീസ് ഇറക്കി നമുക്ക് ചുമ്മാതെ പത്രക്കാരുടെ സമയം കൊല്ലാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയായിട്ട് ഇപ്പോൾ ചിലരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഇറക്കാൻ പാടില്ല എന്നാണ്. ഗവൺമെൻറ്റിനായാലും ഒരു സ്ഥാപനത്തിനായാലും നയപരമായ ഒരു കാര്യം വെളിപ്പെടുത്താനാണെങ്കിൽ ഒരു പ്രസ് റിലീസ് ഇറക്കാം. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഒരു പ്രത്യേക സമയത്ത് പത്രക്കുറിപ്പ് ഇറക്കുമായിരുന്നു. ഒരു ദിവസം ഒരു ഐറ്റം ഇറക്കാൻ വളരെയേറെ അന്ന് പ്രയാസപ്പെട്ടിരുന്നുവെന്ന് പിന്നീട് അതിൻ്റെ ഡയറക്ടറായ ഹെലി സാർ എന്നോട് പറഞ്ഞിരുന്നതാണ്. കാരണം ഒരു വാർത്ത, നല്ലൊരു വാർത്ത കിട്ടാൻ പ്രയാസമാണ്. ആ സമയത്ത് ദിവസം 10 വാർത്ത ഇറക്കിയേ തീരൂ എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് കഴിയുന്നതും നയപരമായ കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞേ തീരൂ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പത്രക്കുറിപ്പ് ഇറക്കാം. ഇത് ഇപ്പോൾ ആര് പ്രസ് റിലീസ് ഇറക്കിയാലും പത്രം അത് ഇടുമോ? അതാണ് പ്രാധാന്യം അനുസരിച്ച്. പ്രാധാന്യമില്ലെങ്കിൽ അത് അതിൻ്റെ സ്ഥാനം ചവറ്റുകുട്ടയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് സ്വാധീനിച്ചാൽ നമുക്കൊരു പത്രക്കുറിപ്പ് പത്രത്തിൽ വരുത്താം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വാർത്തയുടെ പ്രാധാന്യം മാത്രമാണ് ഈ പത്രക്കുറിപ്പിനെ സാധൂകരിക്കുന്ന ഏക മാനദണ്ഡം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പ്രസ് റിലീസിന് ഒരു ഉദാഹരണം സാറിന് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് അങ്ങനെയുള്ളൊരു പ്രസ് റിലീസാണ്.
അത് പത്രക്കുറിപ്പ് ഇറക്കുമ്പോൾ ഏത് സ്ഥാപനമാണോ ഇറക്കുന്നത് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അത് കണിശമായിട്ടും വേണം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. തിരിച്ചു വിളിക്കാനുള്ള ടെലിഫോൺ നമ്പർ അടക്കം ആധികാരികത ഇല്ലെങ്കിൽ പത്രക്കുറിപ്പും അവഗണിച്ചു കളയും. ഈ പ്രസ് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പദമാണ് ബാക്ക്ഗ്രൗണ്ടർ എന്നുള്ളത്. എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ടർ എന്ന് പറയുന്നത്? അതും വാക്ക് കേട്ടാൽ അറിയാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ സഹായത്തോടെ മാത്രമേ ചില വാർത്തകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരും. അപ്പോൾ ഇന്നലെ ഒരു ദിവസമല്ലേ ആയുള്ളൂ. നമുക്ക് ആലോചിച്ചാൽ ഈ ടെലഗ്രാഫ് അന്തരിച്ചു, അന്ന് തൊട്ട് ടെലഗ്രാഫ് തീരുകയാണ്. ഒരു 12 വയസ്സായ ഒരു കുട്ടിയോട് ഇപ്പോൾ ടെലഗ്രാഫിനെ പറ്റി ഒരു വാർത്ത ടെലഗ്രാഫ് ഇനിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ടെലഗ്രാഫ് എന്താണെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഈ ടെലഗ്രാഫ് കണ്ടുപിടിച്ചതാര്, ഇതെന്നാണ്, അതിൻ്റെ സാമൂഹ്യ പ്രസക്തി എന്തായിരുന്നു, അതിൻ്റെ വാർത്താ പ്രാധാന്യം എന്താണ്, അത് ഏതൊക്കെ രാജ്യങ്ങൾ എങ്ങനെയൊക്കെ അത് ഉപയോഗിച്ചു, യുദ്ധകാല സമയത്ത് അത് എങ്ങനെ പ്രയോജനം ചെയ്തു, ഇപ്പോൾ എന്തുകൊണ്ട് അതിന് അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പ്രസ് റിലീസിലെടുത്താൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടറായിട്ട് നമ്മളത് കൊടുക്കും. ആ ബാക്ക്ഗ്രൗണ്ടറാണ് യഥാർത്ഥത്തിൽ വാർത്തയെ ഒരു വാർത്തയാക്കാൻ സഹായിക്കുന്നത്. ഈ പ്രസ് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു പദമാണ് എംബാർഗോ എന്നുള്ളത്. എന്താണ് ഈ എംബാർഗോ? എംബാർഗോയും നമ്മൾ വളരെയേറെ രസകരമായി മിസ്യൂസ് ചെയ്തൊരു സാധനമാണ്. ഒരു ഉദാഹരണമേ വേണ്ടൂ. SLCയുടെ റിസൾട്ട് ജനുവരി 20-ന് ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നുണ്ടെങ്കിൽ എന്തായാലും 20-ാം തീയതി പത്രക്കാർക്ക് കൊടുത്താൽ പോരാ. അത് റെഡിയാക്കി 15-ാം തീയതിയെ പത്രക്കാരെ ഏൽപ്പിക്കും. പക്ഷേ 20-ാം തീയതി മാത്രമേ അത് പത്രത്തിലിടാവൂ എന്ന് പറയുന്ന ഒരു നിയന്ത്രണം, ആ നിയന്ത്രണമാണ് എംബാർഗോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും ഒരു നിയന്ത്രണം എന്ന് തന്നെയാണ്. അത് റിസൾട്ട് പണ്ട് SLC റിസൾട്ടുകൾ പത്രക്കാർ വിറ്റ് കാശാക്കി എന്ന് പറയുന്നതും എംബാർഗോയെ മിസ്യൂസ് ചെയ്തതിന് തെളിവാണ്. സാറ് ആദ്യത്തെ എപ്പിസോഡിൽ പബ്ലിക് റിലേഷനിലെ പബ്ലിക്കുകളെ നമ്മൾ രണ്ടായിട്ട് വേർതിരിക്കാമെന്ന് സാർ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു. ഒന്ന് ഇൻറ്റേർണൽ പബ്ലിക് എന്നും ഒന്ന് എക്സ്റ്റേണൽ പബ്ലിക് എന്നും. എക്സ്റ്റേണൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ കമ്പനി എവിടെ സ്ഥിതി ചെയ്യുന്നു അതിന് ചുറ്റുവട്ടത്തുള്ളവർ. പിന്നെ ഒരു കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ചില റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നവർ അവർ എക്സ്റ്റേണൽ പബ്ലിക്കാണ്. പിന്നെ കമ്പനി നിരന്തരം ബന്ധപ്പെടുന്ന മാധ്യമങ്ങൾ അവരും എക്സ്റ്റേണൽ പബ്ലിക്കാണ്. പിന്നെ കമ്പനി നിലനിൽക്കണമെങ്കിൽ ബാങ്കിൻ്റെ എല്ലാം സഹായം വേണം, അവരും എക്സ്റ്റേണൽ പബ്ലിക്കാണ്. പിന്നെ വാട്ടർ വർക്ക്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇവരുടെ എല്ലാം സഹായം ഉണ്ടെങ്കിലേ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റും. ഇവയൊക്കെ കമ്പനിയുടെ എക്സ്റ്റേണൽ പബ്ലിക്കാണ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് കമ്പനിയുടെ ഇൻറ്റേർണൽ പബ്ലിക് എന്നുള്ളത്. ഇൻറ്റേർണൽ പബ്ലിക്കിൻ്റെ അസംതൃപ്തരാണെങ്കിൽ ഒരിക്കലും ആ കമ്പനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇൻറ്റേർണൽ പബ്ലിക്കുകളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ന്യൂസ് ലെറ്റർ എന്നുള്ള ടൂള് എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ന്യൂസ് ലെറ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ ന്യൂസ് ലെറ്റേഴ്സ്? ന്യൂസ് ലെറ്റർ എന്നൊരു വാക്കുള്ളത് കൊണ്ട് സംശയം ഉണ്ടാകാം. പക്ഷേ അതൊരു ന്യൂസ് എന്ന വാക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു ഉദാഹരണം, ഇത് റബ്ബർ ബോർഡിൻ്റെ ന്യൂസ് ലെറ്ററാണ്. ഇതിനൊരു ന്യൂസ്, ഒരു പത്ര പ്രവർത്തനത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള എല്ലാ ന്യൂസും ഉൾക്കൊള്ളുന്ന ആനുകാലികമായി പബ്ലിഷ് ചെയ്യുന്നൊരു സാധനം തന്നെയാണ് ന്യൂസ് ലെറ്റർ. പക്ഷെ അത് വളരെ വലുതാകില്ല, വളരെ ഭംഗിയുള്ളതുമാകണമെന്നില്ല. ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടോ ആഡംബരം കാണിക്കാനോ ആയിട്ടല്ല ന്യൂസ് ലെറ്റർ വെക്കുക. ഇൻറ്റേർണൽ പബ്ലിക്കിന് ആവശ്യം വേണ്ടുന്ന വാർത്തകൾ എത്തിക്കുക എന്നുള്ള ഒരു വർത്തമാന പത്രത്തിൻ്റെ തന്നെ ജോലിയാണ് ന്യൂസ് ലെറ്റർ ചെയ്യുന്നത്. ഈ ന്യൂസ് ലെറ്റേഴ്സ് കൊണ്ട് പിന്നെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കമ്പനിയുടെ മുകളിലുള്ള ആളും താഴെയുള്ള ആളും ഇതിൽ എഴുതുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നാണ് എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഒരുപാട് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നതിൻ്റെ ആസ്പെക്റ്റിൽ ആ 2-വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് ഈ ന്യൂസ് ലെറ്റർ പോലുള്ള പബ്ലിക്കേഷൻസും അതിനൊരു പങ്ക് വഹിക്കും. പിന്നെ എന്താണ് ഹൗസ് ജേണൽ എന്ന് പറയുന്നത്? ഹൗസ് ജേണലിന് ഒരല്പം കൂടെ വലിപ്പമുണ്ട്, അല്പം കൂടെ ഭംഗിയുണ്ട്, അല്പം കൂടെ ആഡംബരമുണ്ട്. ഹൗസ് ജേണലിനും ഒരു ഉദാഹരണം, ഇത് റബ്ബർ എന്ന് പറഞ്ഞ് അവരുടെ തന്നെ കാര്യങ്ങൾ കാണിക്കുന്ന റബ്ബർ ബോർഡിൻ്റെ തന്നെ ഒരു ഹൗസ് ജേണലാണ്. ആ ഹൗസ് ജേണലിലെ കെട്ടുമട്ടും കണ്ടാൽ തന്നെ അറിയാം അത് ഒരു കാശ് മുടക്കിയ ഒരു പ്രചരണം കൂടെ അതിൻ്റെ പിറകിലുണ്ട്. വെറുതെ കാര്യങ്ങൾ പറയുക എന്നതിനേക്കാൾ ഉപരി അല്പം കൂടെ ഗൗരവമായിട്ട്, മറ്റേതിന് ഗൗരവം കുറവൊന്നുമല്ല, വലിപ്പത്തിൽ ഗൗരവം കാണിക്കുക, കണ്ടന്റിൽ അല്പം കൂടെ വൈവിധ്യം കാണിക്കുക. വാർത്തകൾ മാത്രമാകണമെന്നില്ല. അതിനകത്ത് സാഹിത്യത്തിലൂടെ വരെ ഹൗസ് ജേണൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എഴുതാനൊക്കെ ഉള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു പബ്ലിക്കേഷനായിട്ട് തന്നെ അത് രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടമാണ് ഹൗസ് ജേണൽ. സാധാരണ ന്യൂസ് ലെറ്റേഴ്സ് പലപ്പോഴും ഇന്റേണൽ പബ്ലിക്കിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാവും. ഇതിന്റെ ഹൗസ് ജേണൽസ് ആകുമ്പോൾ എക്സ്റ്റേണൽ പബ്ലിക്കിനെയും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ചിലപ്പോൾ ഇന്റേണലിനെയും എക്സ്റ്റേണലിനെയും കൂടെ ലക്ഷ്യമാക്കി അങ്ങനെയും
അതിന് വൈവിധ്യം കൊടുക്കാറുണ്ട്. ഈ ജനപഥം, കേരള കോളിംഗ് എന്നിവ PRDയുടെ ഹൗസ് ജേർണൽസ് അല്ലായിരുന്നു? അല്ല, നമ്മുടെ PRDയുടെ ഹൗസ് ജേർണൽ. അത് ഹൗസ് ജേർണലിനേക്കാൾ ഉപരി ഒരു പബ്ലിക്കേഷൻ എന്ന് തന്നെ പറയാൻ കഴിയുന്ന നിലയിൽ അത് വളർന്നു കഴിഞ്ഞു. കാരണം കേരളത്തിൻ്റെ തനതായ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ശക്തമായ മാധ്യമമായിട്ട്. അതിന് ഉദാഹരണം പറഞ്ഞാൽ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ജനപഥവും കേരള കോളിംഗും വായിക്കാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതൊരു വലിയ വ്യത്യാസമാണ്. പബ്ലിക് റിലേഷൻ ടൂളുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു പദമാണ് ആനുവൽ റിപ്പോർട്ട്സ് എന്നുള്ളത്. എന്താണ് ഈ ആനുവൽ റിപ്പോർട്ടും വാക്കുകൊണ്ട് തന്നെ അത് വ്യക്തമാകും. ഒരു വർഷം നടന്നു കഴിഞ്ഞ കാര്യങ്ങളുടെ എല്ലാ വിവരണങ്ങളും, അത് ഇന്റേണൽ പബ്ലിക്കിനോ എക്സ്റ്റേണൽ പബ്ലിക്കിനോ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെയാണ് ലാഭനഷ്ടങ്ങൾ, എവിടെ ലാഭമുണ്ടായി, എവിടെ നഷ്ടമുണ്ടായി, ഇത്തരം കാര്യങ്ങളിൽ അനാലിസിസ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ വളരെ ഗഹനമായ പഠനത്തിന് ഉള്ളൊരു ടൂളായിട്ട് ഈ ആനുവൽ റിപ്പോർട്ട് ഉപയോഗിക്കാം. അതിലും ഈ ആനുവൽ റിപ്പോർട്ട്, റിലയൻസിൻ്റെ ആനുവൽ റിപ്പോർട്ട് കണ്ടാൽ അറിയാം, ഇത്രയും വലിപ്പമുള്ളൊരു സാധനത്തിനകത്ത് അവരുടെ ഒരു വർഷത്തെ കാര്യങ്ങളുടെ മൊത്തം കാര്യങ്ങളും അവരതിൽ എഴുതുന്നുണ്ട്. അതൊരു നല്ലൊരു PR ടൂളാണ്. ഒരു ഡോക്യുമെൻറ്റേഷനാണ്. ഇറ്റ് ഈസ് മോർ എ ഡോക്യുമെൻറ്റേഷൻ ദാൻ എ PR ടൂൾ. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന് മുൻപ് ഇത് ഇറക്കണം നിർബന്ധമാണ്. അതതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ്. എല്ലാ ബോർഡ് മെമ്പേഴ്സിനും അത് കിട്ടണമെന്നുണ്ട്. അതിൽ നിന്ന് മാത്രമേ അവർക്ക് അഭിപ്രായം പറയാൻ പോലുള്ള മെറ്റീരിയൽ കിട്ടുന്നത് അതിൽ നിന്നാണ്. ഇത് കണ്ടിട്ട് വേണം ഷെയർ ഹോൾഡേഴ്സിന് ഇനിയും ഈ കമ്പനിയിൽ തന്നെ നിക്ഷേപം തുടരണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലോട്ട് പോകണോ എന്ന് തീരുമാനിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന മറ്റൊരു പദമാണ് ഡയറക്റ്റ് മെയിൽ എന്നുള്ളത്. ഡയറക്റ്റ് മെയിൽ എങ്ങനെയാണ് ഒരു പബ്ലിക് റിലേഷൻ ടൂൾ ആവുന്നത്? ഡയറക്റ്റ് മെയിലും ഇതുപോലെ തന്നെയാണ്. നമുക്കറിയാം, കാടടച്ച് വെടിവെക്കേണ്ട കാര്യമില്ല. നമുക്ക് 200 പേരാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ഓഡിയൻസ് എങ്കിൽ ആ 200 പേര് അറിഞ്ഞാൽ മാത്രം മതി. പബ്ലിസിറ്റിയെ ഉദ്ദേശിക്കുന്നില്ല. പബ്ലിസിറ്റി അല്പം പോലും ഇല്ലാതെയുള്ള പബ്ലിക് റിലേഷൻ, ശുദ്ധമായ പബ്ലിക് റിലേഷൻസിൻ്റെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനായിട്ടാണ് ഇത്തരം ഇത് പോകാറുള്ളത്. അവരെ പ്രത്യേകിച്ച് ക്ഷണിക്കുക എന്നേ അർത്ഥമുള്ളൂ. നമുക്ക് ടെലിഫോണിൽ ക്ഷണിക്കാം, മെസ്സേജ് കൊടുത്ത് ക്ഷണിക്കാം, ഇപ്പോഴത്തെ ഇമെയിലോ ആ നിലയ്ക്കൊക്കെ ക്ഷണിച്ച് അവരെ കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. പാംഫ്ലെറ്റ്സും ബ്രോഷേഴ്സും ബുക്ക്ലെറ്റെല്ലാം ഇവയും പബ്ലിക് റിലേഷൻ ടൂൾസ് ആയിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാണ്? ബ്രോഷർ എന്ന് പറയുന്നതായിരിക്കും ആദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം വളരെ ആഡംബര കാണിക്കുന്ന ഒരു ബ്രോഷർ. അപ്പോൾ സാധാരണ ഇതിൽ ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു അവിടുത്തെ എല്ലാ മെനു കാണിക്കുന്ന ഒരു ബ്രോഷർ നമുക്ക് തരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇതിനകത്ത് ഇതെല്ലാം കാണുമെന്ന്. ഇന്നും ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. ബ്രോഷറിൽ മാത്രമേ ഉള്ളൂ, എനിക്ക് ആഹാരം കഴിക്കാൻ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ആകർഷണീയമായിട്ട് ചെയ്യുന്ന ഒരു പരസ്യ മെറ്റീരിയലാണ് ബ്രോഷർ. അതിനുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ വേർഡിങ്സ് വളരെ ഷാർപ്പായിട്ട്, പിന്നെ മിനിമം വേർഡ്സിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റി മെറ്റീരിയലാണ് ബ്രോഷർ. പക്ഷേ ബ്രോഷർ പോലെയല്ല പാംഫ്ലെറ്റ്. പാംഫ്ലെറ്റ് എന്ന് പറയുന്നൊരു ചെറിയ പുസ്തകം 16 പേജ് വരെ വരാം എന്നൊരു ലിമിറ്റേഷനുണ്ട്. ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോട്ടീസ് തന്നെയാണ്. അതിനെ മടക്കി വെച്ചാൽ നമുക്കതിനെ ഫോൾഡർ എന്ന് വിളിക്കാം. ബുക്ക്ലെറ്റ്, ഒരു ബുക്ക്ലെറ്റ് ഞാനിവിടെ കാണിക്കാം. ഈ ബുക്ക്ലെറ്റ് 40 പേജുണ്ട്. ഇത് 50 പേജ് വരെ വന്നാൽ അതിനെ ബുക്ക്ലെറ്റ് എന്ന് വിളിക്കാം. അതെല്ലാം തന്നെ അച്ചടിയുടെ ബന്ധമുള്ള പ്രിന്റ് പബ്ലിസിറ്റി മെറ്റീരിയൽസാണ്. ഈ എക്സിബിഷൻസിനെ നമുക്ക് എങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ ടൂളായിട്ട് കൺവേർട്ട് ചെയ്യാം? എക്സിബിഷൻ ഒരു നല്ല പബ്ലിക് റിലേഷൻ ടൂളാണ്. പക്ഷേ ഇന്ന് വരെ നമ്മളാരും അതിൻ്റെ നിലയിൽ ഉപയോഗിച്ചിട്ടില്ല. അതറിയണമെങ്കിൽ റെയിൽവേയുടെ എക്സിബിഷൻ കണ്ടു നോക്കി അറിയാം. റെയിൽവേ 1920 ബ്രിട്ടീഷ് ഭരണകാലത്ത് വന്ന റെയിൽവേ അന്ന് മുതൽ ഇന്ന് വരെ റെയിൽവേയുടെ വികാസ പരിണാമങ്ങൾ എന്ന് പറയുന്നത് 100-150 വർഷം കടന്നുപോയത് ഒരു മണിക്കൂർ കൊണ്ട്. പക്ഷേ ഒരു 200 മണിക്കൂർ നമുക്കൊരു പ്രസംഗം കേൾക്കാൻ കിട്ടുന്ന കാര്യങ്ങൾ 1 മണിക്കൂർ കൊണ്ട് നമുക്കൊന്ന് ചുറ്റി കണ്ട് ഇറങ്ങുമ്പോൾ 200 മണിക്കൂർ അല്ലെങ്കിൽ 125 വർഷം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി എന്ന് വളരെ എഫക്റ്റീവായിട്ട്, വളരെ ഫലപ്രദമായിട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് എക്സിബിഷൻ. നമ്മൾ പക്ഷേ പലപ്പോഴും അത് ഫോട്ടോയിൽ മാത്രം നിർത്തുന്ന ഒരു ഗൗരവമില്ലാത്ത സംഭവമാക്കി മാറ്റിയ ഒരു ദുരന്തം എനിക്ക് പറയാനുണ്ട്. എക്സിബിഷന് മറ്റൊരു അഡ്വാൻറ്റേജും ഉണ്ടല്ലോ. സാധാരണ നമ്മൾ ഈ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരിൽ നിന്നുള്ള റെസ്പോൺസ് നമുക്ക് ലഭിക്കാൻ അല്പം താമസിക്കും. പക്ഷേ ഈ എക്സിബിഷൻസ് എല്ലാം ആകുമ്പോൾ ഡയറക്റ്റ് ഇന്റർപേഴ്സണൽ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതുണ്ട്. പക്ഷേ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാലും അതിൻ്റെ സംഘാടകർ അതിനെ ഒരു പ്രത്യേക രീതിയിൽ അവിടെ ചെയ്താലും എല്ലാവരും ഒരു ഫീഡ്ബാക്ക് അവിടെ നൽകണമെന്നില്ല. പക്ഷേ ജനങ്ങളോട്
പ്രതിപാദിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാധ്യമമാണ്. ഈ പ്രസ് കോൺഫറൻസും മീറ്റിങ്ങും ഇവയെ രണ്ടും നമുക്ക് എങ്ങനെ നല്ലൊരു PR ടൂളായിട്ട്? പ്രസ് കോൺഫറൻസ് ഒരു നല്ല PR ടൂളാണ്. എന്നും ചത്താൽ കണ്ണാക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ പ്രസ് റിലീസ് പോലെ തന്നെയാണ് പ്രസ് കോൺഫറൻസുകളും. അനാവശ്യമായി നമ്മൾ വിളിക്കാതിരുന്നാൽ പത്രക്കാർക്കും നല്ലത്, നമുക്കും നല്ലത്. പ്രസ് ക്ലബ്ബിൽ നോക്കിയാൽ അറിയാം, നമ്മൾ എപ്പോഴത്തെ പ്രസ് ക്ലബ്ബിൽ നോക്കിയാൽ അറിയാം, അവിടെ 10, 500, 1000 രൂപ അടയ്ക്കാൽ പ്രസ് കോൺഫറൻസ് കാണും. ശരാശരി ഒരാൾ പോലും അറ്റൻഡ് ചെയ്യാത്ത പ്രസ് കോൺഫറൻസുകൾ എന്തിന് നടത്തണം? അപ്പോൾ പ്രസ് കോൺഫറൻസ് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമെങ്കിൽ മാത്രമേ പ്രസ് കോൺഫറൻസ് നടത്താവൂ. പക്ഷേ ഒരു പ്രസ് കോൺഫറൻസിന് ഒരു 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 ജനതയെ മൊത്തം പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന നിലയിൽ ഉപയോഗമുള്ളതാക്കി മാറ്റുകയും ചെയ്യാം. അത് നിങ്ങൾ എന്തിനു വേണ്ടി ആ പ്രസ് കോൺഫറൻസ് ഉദ്ദേശിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ലക്ഷ്യം നല്ലതാണെങ്കിൽ പ്രസ് കോൺഫറൻസ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ടൂൾ. പ്രസ് കോൺഫറൻസിൻ്റെ സാധാരണ പ്രസ് കോൺഫറൻസിലെല്ലാം വരുന്ന പത്രക്കാർക്ക് പ്രസ് കിറ്റ് എന്നൊരു സംഭവം നൽകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ പ്രസ് കിറ്റ്? പ്രസ് കിറ്റ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അതൊരു ബാക്ക്ഗ്രൗണ്ടറാണ്. ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ കൊടുക്കാതെ ഇന്ന് ആർക്കും ആരെയും ഒന്നും പഠിപ്പിക്കാനാവില്ല. നമുക്ക് നമ്മുടെ ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ ടെലഗ്രാഫിൻ്റെ ചരിത്രമായാലും നമുക്ക് KSRTCയുടെ ചരിത്രമായാലും, KSRTCയെക്കുറിച്ച് നമ്മൾ ലോ ഫ്ലോർ ബസ് ഇറക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രസ് കോൺഫറൻസ് നടത്തുന്നതിനേക്കാളും ഈ KSRTC ബസ് തുടങ്ങിയത് തൊട്ട് ഇന്ന് വരെയുള്ള വികാസ പരിണാമങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടറാണ് പ്രസ് കിറ്റിൽ കൊടുക്കേണ്ടത്. പഴയ ബസ്സുകളെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ ഹോണൊക്കെ ബലൂണൊക്കെ വെച്ചടിക്കുന്ന, അതൊക്കെ അങ്ങനെയുള്ള കൊച്ചു വണ്ടികൾ, സ്റ്റാർട്ടാക്കാനായിട്ട് സെൽഫ് സ്റ്റാർട്ടർ ഇല്ലാത്ത വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടിയിൽ തുടങ്ങി ഇന്ന് ലോ ഫ്ലോർ സുന്ദരിമാരിൽ എത്തി നിൽക്കുന്നതിൻ്റെ മൊത്തം ചരിത്രവും വിവരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടർ കൊടുത്താൽ മിടുക്കരായ പത്രപ്രവർത്തകർക്ക് നല്ല ഫീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടാക്കാൻ കഴിയും. ഈ പ്രസ് കിറ്റും ഫ്രീബീസും ഒന്നാണോ അതോ ഇവ തമ്മിൽ വല്ല? നമ്മളെല്ലാം സ്വാർത്ഥന്മാരായതുകൊണ്ട് ഫ്രീബീസ് ആയിരിക്കും നമുക്ക് ലക്ഷ്യം. കാരണം ചുമ്മാതെ കിട്ടുന്നതാണ്, സമ്മാനം കിട്ടുന്നതാണ്, കൈക്കൂലി പോലെയാണ് എന്നൊക്കെ നമുക്ക് ധരിക്കാമെങ്കിലും ഫ്രീബീസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് ഉപയോഗിച്ചത് ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ലെവലിൽ ഇപ്പോൾ തേൻ ശുദ്ധീകരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേൻ ചൂടാക്കി ശുദ്ധീകരിക്കാൻ ഒക്കെ അതിന് പ്രത്യേകതരം ഒരു സെൻട്രിഫ്യൂഗൽ സിസ്റ്റം എന്തോ ഒരു ഉണ്ട്, അതിനൊരു യന്ത്രമൊക്കെ ഉണ്ട്, വളരെ വില കൂടിയ യന്ത്രമൊക്കെയാണ്. അത് വാങ്ങി ഹോർട്ടികോർപ്പ് അത് വാങ്ങി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച തേൻ റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു പരിപാടിയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ടിൻ തേൻ കൊടുക്കുന്നതിൽ കൈക്കൂലിയുടെ അംശമേ ഇല്ല. പക്ഷേ എനിക്ക് സാർ ഇത് ചെറുത് പോരാ, എനിക്ക് 2 ലിറ്റർ തേൻ തന്നെ തന്നൂടെ എന്ന് ചോദിക്കുകയോ 2 ലിറ്റർ തേൻ കൊടുക്കുകയോ ചെയ്താൽ അതിനകത്ത് ഒരു സ്വാധീനിക്കാനുള്ളൊരു പ്രവണത നമുക്ക് കാണാം. അപ്പോൾ ഏതിനെയും നമ്മൾ ദുഷ്പ്രവണതയായി നടത്താതെ ലക്ഷ്യം മുന്നിലുള്ളത് നല്ലതാണെങ്കിൽ ദാറ്റ് ജസ്റ്റിഫൈസ് ദ എൻഡ്. സാധാരണ ഇന്ത്യയെ പോലെ വികസിച്ചു വരുന്ന രാജ്യത്തിന് ആവശ്യം മാസ് മീഡിയകളുടെ ആവശ്യം ട്രഡീഷണൽ മീഡിയ ആണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ട്രഡീഷണൽ മീഡിയ നമുക്ക് എങ്ങനെ ഒരു മികച്ച പബ്ലിക് റിലേഷൻ ടൂളായിട്ട് കൺവേർട്ട് ചെയ്യാം? ട്രഡീഷണൽ മീഡിയ നല്ല ഒരു ടൂളാണെന്ന് എല്ലാ ഇലക്ഷനിലും ജനങ്ങളുമായി പങ്കെടുക്കുന്ന ജനകീയ പ്രസ്ഥാനങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു മാസിനെ ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രഡീഷണൽ മീഡിയയുടെ എണ്ണം പോരാതെ വരും. ഒരു ട്രഡീഷണൽ മീഡിയയ്ക്ക് നമുക്കിപ്പോൾ ഒരു തെരുവ് നാടകമെന്നോ ഒരു കാക്കാരിശി നാടകമെന്നോ ഒക്കെ പറയുന്ന കഥകളിയായാലും കൊള്ളാം, ഓട്ടംതുള്ളലായാലും കൊള്ളാം, നമുക്കൊരു 500 പേരെ പോലും ഒരു വേദിയിൽ നമുക്ക് ഇൻഫർമേഷൻ പകരാൻ സാധിക്കും കഴിയില്ല. വളരെ എഫക്റ്റീവാണ്. കാരണം അത് ഡയറക്റ്റാണ്. ആശയം കൊടുക്കുന്നവനും ആശയം വാങ്ങുന്നവനും തമ്മിൽ ഒരു ഗ്യാപ്പുമില്ല. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പോലെ ഇത് വേ ആണെങ്കിൽ പോലും ആ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ശക്തി മൊത്തം ആർജിക്കാൻ കഴിയുന്നതാണ് ട്രഡീഷണൽ മീഡിയ എല്ലാം. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉള്ളത് സ്മാൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെ സാധ്യമാകും. ഈ കമ്മ്യൂണിറ്റി റിലേഷൻസിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് എങ്ങനെ എൻഡോഴ്സ്മെൻറ്റ്സും ആക്ടിവിസും ഒക്കെ PR ടൂളായിട്ട് ഉപയോഗിക്കും? ഇതെല്ലാം ആത്മാർത്ഥതയുടെ മാത്രം വാക്കാണ്. ആത്മാർത്ഥതയെ നമുക്ക് വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാം. എൻഡോഴ്സ് ചെയ്യുന്നത് എന്താണ്? ഞാൻ അനുഭവസ്ഥനാണ് എന്ന് ഞാൻ പറയുമ്പോൾ 1.5 മാസത്തിന് മുമ്പ് കണ്ടുപിടിച്ച ഒരു പല്ല് തേക്കുന്ന പേസ്റ്റ് എൻ്റെ ആയുഷ്കാലം ഞാൻ ഉപയോഗിക്കുകയാണെന്നൊരു സിനിമാ നടനോ നടിയോ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മ്ലേച്ഛമായ ഒരു പബ്ലിസിറ്റിയാണ് യഥാർത്ഥത്തിൽ എൻഡോഴ്സ്മെൻറ്റിനെ നശിപ്പിക്കുന്നത് മൊത്തം. എൻഡോഴ്സ്മെൻറ്റ് സത്യസന്ധമായിട്ട് മാത്രമേ പറയാവൂ.
ഒരു എൻഡോഴ്സ്മെൻറ്റും ഏത് നടനായാലും ഏത് നടിയായാലും പണത്തിന് വേണ്ടി എൻഡോഴ്സ്മെൻറ്റ് അഭിനയിക്കാൻ പോലും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. ആക്ടിവിസമാണ് ഇതിനേക്കാൾ നല്ലത്. കാരണം അതും ആക്ടിവിസം അഭിനയിക്കാൻ ഒക്കില്ല. ദാറ്റ്സ് റിയാലിറ്റി. ഇവിടെ നമ്മുടെ ഈ തെരുവ് കുട്ടികളെ സംരക്ഷിക്കുന്ന ചില സംഘടനകൾ, വനിതാ സംരക്ഷകർ, അവരൊക്കെ ആക്ടിവിസം കൊണ്ട് മാത്രം നിലനിൽക്കുന്നവരാണ്. അവർ എങ്ങും ഇറങ്ങി പണം പിരിക്കുന്നില്ല, അവർ പ്രസ് കോൺഫറൻസ് പോലും നടത്തുന്നില്ല. ബട്ട് ദേ ആർ വെരി ആക്റ്റീവ്. അവർക്ക് ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന ആശയം ഒരു വാചാലതയും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് നടപ്പിലാക്കുന്ന ആ കൈമുതൽ എന്ന് പറയുന്ന അവരുടെ ആത്മാർത്ഥം മാത്രമാണ്, ആ പ്രവൃത്തി മാത്രമാണ്. ആ ആക്ടിവിസത്തിന് ജനങ്ങളുടെ 100% സപ്പോർട്ടും അപ്പോൾ കിട്ടും. ഒരു PR ടൂൾ എന്ന നിലയിൽ TV-യും റേഡിയോയും ഉപയോഗിക്കേണ്ടത് എങ്ങനെ? രണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. റേഡിയോ ഇന്നും ഏറ്റവും ചീപ്പസ്റ്റ് മീഡിയം ആയതുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളുടെ അടുത്ത് നമുക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ റേഡിയോയും TV-യും ഒന്നുപോലെ യുക്തമാണ്. റേഡിയോയെക്കാളും മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് കാണാൻ കൂടെ കഴിയുന്നതുകൊണ്ട് കളർഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ജീവൻ്റെ ഒരു അംശമായിട്ട് നമുക്ക് ആ മെസ്സേജിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് TV-യും മെസ്സേജ് കൊടുക്കാൻ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഫീഡ്ബാക്കിന് രണ്ടും TV-യിലെല്ലാം നമ്മൾ സാധാരണ പ്രസ് റിലീസ് പോലെ ന്യൂസ് റിലീസ്, ടെലിവിഷൻ ന്യൂസ് റിലീസ് അല്ലെങ്കിൽ വീഡിയോ ന്യൂസ് റിലീസ് എല്ലാം അങ്ങനെയും കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കാൻ ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ഉണ്ട്. പക്ഷെ അവിടെ വരുന്നതും ഒരു പ്രശ്നം ഇതാണ്, അതിൻ്റെ പ്രാധാന്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാവരുത്. അതിൻ്റെ ആ പ്രയോറിറ്റി ഉണ്ടല്ലോ, ഏറ്റവും നല്ലതിനെ നല്ലതെന്ന് പറയുന്നതല്ലാതെ നല്ലതല്ലാത്തതിനെ നല്ലതാക്കി പ്രകടിപ്പിക്കുന്ന പരസ്യം ഇതിനകത്ത് വന്നാൽ വാർത്തയിൽ പരസ്യം ഒരു വലിയ അപകടമാണ്. കാരണം വാർത്ത സത്യസന്ധം തന്നെ ആകണം, അതൊരു പബ്ലിസിറ്റി മെറ്റീരിയൽ ആകരുത്. നമ്മൾ ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. ഇന്റർനെറ്റ് യുഗത്തിലെ പബ്ലിക് റിലേഷൻ ടൂൾസ് എങ്ങനെയൊക്കെയാണ്? അതാണ് ഏറ്റവും എഫക്റ്റീവ്. കാരണം 2 വേ സാധ്യമാണ്. നമുക്ക് ട്വിറ്റർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഓരോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഒരാശയം പറയുന്നിടയ്ക്ക് വെച്ച് 50 ലക്ഷം പേരൊക്കെയാണ് തിരിച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അത്തരം മീഡിയ നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് വേരോടാൻ കഴിയണം. ഇപ്പോൾ നമുക്ക് നടക്കുന്ന എല്ലാ ഈ റൂമേഴ്സും എന്തിന് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റോഡിൽ സമരം നടത്തണം അല്ലേ വേണോ വേണ്ടേന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ നേതാക്കൾ ഒന്നടങ്കം പറയും സമരം നടത്താൻ ഞങ്ങൾക്ക് അവകാശം വേണം. പക്ഷേ ജനങ്ങൾ ഒന്നടങ്കം പറയും ഞങ്ങൾക്ക് റോഡ് വഴി നടക്കാനുള്ളതാണ്, നടന്നാൽ മതിയെന്ന്. അപ്പോൾ ഈ വൈരുദ്ധ്യമൊക്കെ യഥാർത്ഥത്തിൽ ഈ ഇത്തരം മാധ്യമങ്ങളിലൂടെ കറക്റ്റായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വെബ്സൈറ്റും നല്ല മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. വെബ്സൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നൊരു സംശയമില്ല. പക്ഷേ നമ്മൾ ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പാം ടോപ്പിലെങ്കിലും കാര്യങ്ങൾ കാണുകയും മറുപടി അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഇപ്പോൾ ടെലിവിഷൻ പ്രോഗ്രാംസിൽ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ അപ്പോഴപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കച്ചവടത്തിൻ്റെ കാര്യമല്ല, കച്ചവടമല്ലാതെ തന്നെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിക്കാൻ ഒരു സോഷ്യൽ നിലയിൽ വളരെ എഫക്റ്റീവ് മീഡിയമാണ്. 2006 ബോസ്റ്റണിലെ ഷിഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു സ്ഥാപനം ഒരു പുതിയ തരത്തിലുള്ളൊരു ന്യൂസ് റിലീസ് ഇറക്കി. അത് സോഷ്യൽ മീഡിയ ന്യൂസ് റിലീസ് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു ഇമെയിലായിരിക്കും. ഇമെയിൽ തുറന്നു നോക്കുമ്പോഴത്തേക്ക് ആ ന്യൂസ് ലെറ്റർ കാണും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ കാണും, ചില കമ്പനിയായിട്ട് വീഡിയോ കാണും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ മുതലാളിയും അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിൻ്റെ അകത്ത് കാണും. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ ആദ്യകാലത്തെല്ലാം ശരിക്കും സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് ശരിക്കും സോഷ്യൽ മീഡിയയ്ക്ക് അതിനുവേണ്ടി സമയം കളയുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇന്ന് മികച്ച വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് സോഷ്യൽ മീഡിയ അവർക്ക് അവരുടേതായ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഉണ്ട്, അതിനുവേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. ശരിക്കും അവിടുത്തെ ജീവനക്കാരെ കൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകൂ എന്നാണ് പറയുന്നത്. അതുവഴി ഇവരുടെ നല്ല നല്ല മെസ്സേജുകൾ കൊണ്ട് കമ്പനിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാമെന്നൊക്കെ ഇവർ ധരിക്കുകയും സമരമൊക്കെ വിജയിച്ചതെല്ലാം സോഷ്യൽ മീഡിയയുടെ വിജയമാണ്. നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ജനങ്ങളുടെ തനി പ്രതികരണം ആണ് എന്നുള്ളത് കൊണ്ട് അതിനെ നമുക്ക് എത്ര പ്രോത്സാഹിപ്പിച്ചാലും അധികമാവില്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പുതിയ ടെക്നോളജികൾ വരുന്നു. ഈ ടെക്നോളജികളെയൊക്കെ ഉൾക്കൊണ്ട് പബ്ലിക് റിലേഷൻ ഒട്ടേറെ മുന്നേറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു പരിപാടി കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.